നമ്മുടെയൊക്കെ വിവാഹം നടക്കുന്നത് എപ്പോഴാ? വിവാഹ പ്രായമെത്തുന്ന നേരത്ത് പെണ്ണിന്റെയോ ആണിന്റെയോ രക്ഷകർത്താക്കൾ ഏതെങ്കിലും ഒരു ബ്രോക്കറെ സമീപിച്ചു പറഞ്ഞ് അയാൾ അന്വേഷണത്തിന്റെ ഇടയിൽ ഒരു ചെറുപ്പക്കാരനുമായി വിവാഹം ഉറപ്പിക്കുമ്പോ ആദ്യം വന്ന് വിവാഹവേദിയിൽ നിക്കാഹ് നടക്കുമ്പോഴല്ല, നിക്കാഹിന്റെ തുടക്കം അവിടെയല്ല. യഥാർത്ഥത്തിൽ നമ്മുടെ വിവാഹം ഉറപ്പിക്കുന്നത് എപ്പോഴെന്നറിയോ? നമ്മളൊക്കെ പറയില്ലേ കല്യാണ നിശ്ചയമാണ്. അത് നമ്മുടെ നിശ്ചയമല്ലല്ലോ, പിന്നെങ്ങനെ നടക്കുക? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു കുട്ടി അവളുടെ ഉമ്മാടെ ഗർഭാശയത്തിൽ കിടക്കുന്ന നേരത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹുദാൻ വേണ്ടി മലക്കിനെ പറഞ്ഞു വിടുമ്പോ ആ ഗർഭാശയത്തിൽ കിടക്കുന്ന കുട്ടിയുടെ അവനാണാണോ പെണ്ണാണോ, ആണാവണോ പെണ്ണാവണോ, കറുത്തതാവണോ വെളുത്തതാവണോ, ഷക്കിയാവണോ സയ്യിദാവണോ, ആ കുട്ടിയുടെ ഭാവിയെ തീരുമാനിക്കുമ്പോ ആണാണെങ്കിൽ അവിടെ കൃത്യമായി എഴുതി വെക്കും ഇവന്റെ ഭാര്യയായിട്ട് ആരാണ് വരേണ്ടത്, പെണ്ണാണെങ്കിൽ എഴുതി വെക്കും അവളുടെ ഭർത്താവായിട്ട് ആരാണ് വരേണ്ടത്. അത് അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം തലയിലെഴുതി അവസാനം അതെല്ലാം കഴിഞ്ഞിട്ട് ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന് ഗർഭധാരണം നടക്കുമ്പോൾ ഒരു സ്പൂൺ ദ്രാവകം കൊള്ളാം വലിപ്പമുള്ള പൂർണ്ണ ഗർഭിണിയാകുമ്പോൾ 5 ലിറ്റർ വെള്ളം കൊള്ളാം വലിപ്പത്തിൽ വ്യാപ്തി ഉണ്ടാകുന്ന നമ്മുടെ ഉമ്മാടെ ഗർഭാശയത്തിന്റെ ഉള്ളിലാണ് നമ്മുടെ കല്യാണ നിശ്ചയം നടന്നത്. അല്ലാതെ നമ്മുടെ വിവാഹത്തിന് മുമ്പ് വീട്ടിൽ കെട്ടിപ്പൊക്കിയ പന്തലിലല്ല മോളെ. അത് അല്ലാഹുവിന്റെ തീരുമാനം വന്നു. എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ ഞാൻ കിടക്കുന്ന നേരത്ത് അല്ലാഹു എഴുതി വെച്ചതാണ് എന്റെ തലയിൽ ആരാണ് എന്റെ ഭാര്യയാവേണ്ടത്. ഇവിടെ നിന്ന് വെളിപ്പാടകലെ തിരുവരുപ്പാടകലെ ഇടുക്കി ജില്ലയിലെ കാഞ്ഞാറ് ഞാൻ ജനിച്ച എന്റെ തലയിൽ അല്ലാഹു എഴുതി വെച്ചിരുന്നത് ഇടുക്കിയും കഴിഞ്ഞ് കോട്ടയവും കഴിഞ്ഞ് ആലപ്പുഴയും കഴിഞ്ഞ് കൊല്ലവും കഴിഞ്ഞ് തിരുവനന്തപുരം ജില്ലയുടെ ഓരത്തുള്ള ഒരു പെൺകുട്ടിയുടെ പേരാണെങ്കിൽ സഹോദരാ, അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ 9 മാസം കഴിഞ്ഞ് നിന്നെ പ്രസവിക്കപ്പെട്ടിട്ട് ആ പ്രസവത്തിന് ശേഷം കൈകാലിട്ടടിച്ചു വളർന്ന് നിന്റെ നിന്റെ ബാല്യം കടന്ന് ആ സമയത്ത് ബാല്യം എത്തിക്കഴിയുമ്പോ കുട്ടിപ്പാവാടയും ഇട്ടിട്ട് കല്ലുകൾ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് നീ ഇങ്ങനെ കല്ല് കളിച്ച് നടക്കുമ്പോ കാലിൽ ഇങ്ങനെ കല്ല് വെച്ചിട്ട് ചാടി ചാടി നടക്കുന്ന നേരത്ത് നിന്റെ ഭർത്താവായി അല്ലാഹു നിശ്ചയിച്ചവൻ എവിടെയോ ഒരു സൈക്കിൾ ടയറും ഉരുട്ടിയിട്ടൊരു കുട്ടി നിക്കറും ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കൗമാരത്തിലേക്ക് എത്തി നീ സുന്ദരമായി മുടിയും കട്ട് ചെയ്ത് പുരികവും പ്ലക്ക് ചെയ്യാൻ തുടങ്ങുമ്പോ നിനക്ക് നിശ്ചയിച്ച നിന്റെ മാപ്പിളയുണ്ടല്ലോ, അവനെവിടെയോ മഴവെള്ളപ്പാച്ചില് വയലിൽ വന്ന് വെള്ളം കയറിയപ്പോ മീനും പിടിച്ചിട്ടവൻ അതിലൂടെ നടക്കുന്നുണ്ട്. അവസാന യൗവനമെത്തുമ്പോ വിവാഹത്തിന്റെ പ്രായമെത്തിക്കഴിയുമ്പോ നിന്നെ മാതാപിതാക്കൾ ഇങ്ങനെ ആലോചന തുടങ്ങുന്ന നേരത്ത് 1 കണ്ടു ശരിയായില്ല, 2 കണ്ടു ശരിയായില്ല, ചിലത് തലേ ദിവസം വന്ന് ഒഴിവായി പോയി. ഇല്ല സഹോദരായില്ല, ഏതാണ്ട് 20-25 വർഷം കഴിയുമ്പോ ഉമ്മാന്റെ ഗർഭാശയത്തിൽ പടച്ചവൻ എഴുതി വെച്ച പെണ്ണിനെ നിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് പാനിപ്രപ്പള്ളിയുടെ മെഹ്റാബിന്റെ താഴെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഇമാം റഷീദ് വാക്കവി കയ്യിൽ പിടിച്ചിട്ട് വാങ്ങുത്തുക്കാന്ന് പറയുമ്പോ അത് വാപ്പ തേടി പിടിച്ചതല്ല, അത് ഉമ്മ കണ്ടുപിടിച്ചതല്ല, കല്യാണത്തിന് എവിടെയോ കണ്ടപ്പോ ആലോചിച്ചതല്ല. 4-ാം മാസത്തിൽ അല്ലാഹു എഴുതി വെച്ചതിനെ അവൻ തന്നെ കണ്ട് കൂട്ടുമുട്ടിച്ചതാണ്. 22 വർഷം ഇതിനെ ഒളിപ്പിച്ചു വെച്ച് അവസാനം അതിനെ തന്നെ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന് കൂട്ടിമുട്ടിക്കുമ്പോ ഇത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമല്ലാതെ മറ്റെന്താണ്? ഇതിനെ വെച്ചിട്ടാണോ നിങ്ങൾ കളിക്കുന്നത്? പടച്ചവന്റെ ഈ കലാ ആണ് അവിടെ നടപ്പാവുന്നത്. കൈ കൊടുത്തിട്ട് ഇങ്ങനെ പറയുമ്പോ അള്ളാന്റെ കലാ നടപ്പാവുകയാണ്. എന്റെ കലായിനെയാണോ നിങ്ങൾ പരിഹസിക്കുന്നത്? എന്റെ കലായിനെയാണോ വിവാഹവേദികളിൽ നിങ്ങൾ തുള്ളിക്കളിക്കുന്നത്? അല്ലാഹു നിക്കാഹിനെ കുറിച്ച് പറഞ്ഞത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണെന്ന് വിശുദ്ധ ഖുർആൻ.
അല്ലാഹു നമുക്ക് ഈ നിക്കാഹിനെ കുറിച്ചുള്ള ഗൗരവം അല്ലാഹു നമ്മുടെ ഹൃദയത്തിൽ ഇട്ട് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.